എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും വെൽക്കം. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ വീക്ക് എൻഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങളോട് നല്ലൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ ക്യാമറ ഓൺ ചെയ്തു, ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. കാരണം എപ്പോഴും നമുക്ക് ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടല്ലേ. ഹോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, പോസിറ്റീവായിട്ടുള്ളതും സംഭവിക്കാറുണ്ട്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിച്ച് നമ്മുടെ കണ്ണ് തള്ളി നിൽക്കുന്ന പല അവസരങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ച് ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യവും അത് എൻ്റെ ഒരു അത്രയും വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് സംഭവിച്ച ഒരു കാര്യം എന്നെ ഒരുപാട് ചൊടിപ്പിച്ചു. അതെന്നെ ഒരുപാട് മനസ്സിനെ ഒരുപാട് അലട്ടുകയും ചെയ്തു. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നോർത്തു. അത് നിങ്ങൾക്കും പ്രയോജനകരമായിരിക്കും. അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും എടുക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതായത് ഒരുപാട് സ്കാമുകളും ഒരുപാട് പറ്റിക്കപ്പെടലുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ വായിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് സംഭവിച്ചതായിട്ടോ ഒക്കെ നമുക്ക് തോന്നിയേക്കാം, അല്ലേ? നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൊലപാതകങ്ങളുടെ കഥ, അല്ലെങ്കിൽ സ്കാം സംഭവിച്ചതിൻ്റെ കഥ, അല്ലെങ്കിൽ ഓരോരുത്തരെ പറ്റിച്ചു കൊണ്ടുപോയതിൻ്റെ കഥ, ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പത്രം ത്രൂ അറിയാറുണ്ട്. പക്ഷെ നമ്മുടെ ഓൺ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളത് കൂടുതൽ കൂലങ്കഷമായി ചിന്തിക്കുകയും അയ്യോ ഇങ്ങനെയുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സത്യമാണ് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. പല ആൾക്കാരും ഡൈവേഴ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ വിവാഹ മാട്രിമോണിയലിൽ പരസ്യം കൊടുത്തതിന് ശേഷം ഡിവോഴ്സ് കഴിഞ്ഞവർ മാത്രമല്ല, അല്ലാത്തവരും ഇപ്പം യങ്സ്റ്റേഴ്സും ഒക്കെ മാട്രിമോണിയൽ സൈറ്റ്സ് ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചതിക്കുഴികൾ ഉണ്ട് എന്നതിന് ഉദാഹരണമായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ കേട്ട ഒരു സ്കാമിന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ലെറ്റർ ഞാൻ കാണുകയുണ്ടായി. ആ സ്കാമിൽ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം ചെയ്തതിന് ശേഷം ആ വ്യക്തിയിൽ നിന്ന് ഒരു 18-20 ലക്ഷത്തോളം രൂപ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കല്യാണം കഴിക്കാം, കൂടെ താമസിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ 20 ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? എന്തായാലും എനിക്കില്ല. പക്ഷെ ആ വ്യക്തി വളരെ സങ്കടത്തിൽ ഈ കാര്യം ഫ്രണ്ട്സിനോടും എന്നോടുമൊക്കെ ഷെയർ ചെയ്ത് വിത്ത് എവിഡൻസ് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെയുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നറിയുന്നതിൽ വളരെയധികം പുച്ഛം തോന്നുകയാണ്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ സ്വന്തം കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെയും തരം താഴ്ന്നു പോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും കൊലപാതകങ്ങൾ വരെ ചെയ്യാനും ആൾക്കാർക്ക് യാതൊരു നാണക്കേടുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കഞ്ചാവും മയക്കുമരുന്നും അതുപോലെ തന്നെ തട്ടിപ്പറിക്കലുകളുടെയും ഒരു കലവറയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ ഇതുപോലെ ഇരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് അന്വേഷിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക.
അറിവുള്ളവരുമായി സംസാരിക്കുക, പോലീസിന് പരാതി കൊടുക്കുക. അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉപദേശം എന്താണ്, അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ ഇരിക്കുന്നവരാരും തന്നെ പെർഫെക്റ്റ് ആണ് എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ഓരോ കഥകൾ കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതിനിരയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കുക. പക്ഷേ ഇനിയെങ്കിലും മാട്രിമോണിയൽ സൈറ്റിലോ ഇവിടെയൊക്കെ ആരെങ്കിലും പൈസ കൊടുത്താൽ, പൈസ കൊടുക്കുകയോ പൈസ ചോദിച്ചാൽ അതിനു വേണ്ടി ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട കാര്യം ഇല്ല എന്ന ഒരു ഉപദേശത്തോടു കൂടിയും ഒരു റിമൈൻഡറോടു കൂടിയും ബൈ ബൈ ഫ്രം റീന.